ആബ്സല്യൂട്ട്ലി നോട്ട്. അതാണ് അതിന്റെ ആൻസർ. മഴ മാത്രം വരുമ്പോൾ പുറത്തേക്ക് മാക്കാൻ തവളകളാണ്. പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കൗൺസിലിങ്ങിന് പോകാനായിട്ട്. ഗൈസ്, ഗുഡ് മോർണിംഗ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ അനദർ വീക്കെൻഡ് നമ്മളിങ്ങനെ സ്പെൻഡ് ചെയ്യണു എന്നുള്ളതാണ് കേട്ടോ. വിൻ്റർ ആയതുകൊണ്ട് തന്നെ ഇവിടെ നല്ല തണുപ്പാണ്. മാത്രമല്ല ഈ വീക്ക് മുഴുവൻ റെയിനാണ് ഫോർകാസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് സുഖമായിട്ട് ജോലിയൊന്നും ഇല്ലല്ലോ പിറ്റേ ദിവസം. അപ്പോൾ അങ്ങനെ കിടന്നുറങ്ങാൻ നല്ല സുഖമായിരുന്നു ഇന്നലെ. അപ്പോൾ അതേ അങ്ങനെ കാലത്ത് എണീറ്റു, വെള്ളമൊക്കെ കുടിച്ചു, ചായയൊക്കെ കുടിച്ചു. ഇനി നമ്മുടെ ഡേ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇത് നമ്മുടെ റൂമിൽ നിന്ന് ബ്ലൈൻഡ്സ് തുറന്നു കഴിഞ്ഞാൽ കാണുന്ന വ്യൂ ആണ് കേട്ടോ. അപ്പോൾ ഡെയിലി മോർണിംഗ് ഈ ഒരു വ്യൂ കണ്ടിട്ടാണ് എനിക്ക്. അപ്പോൾ ഞാൻ ഓൾറെഡി റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്കിന്നൊരു കൗൺസിലിംഗ് സെഷൻ ഉണ്ട് കാലത്തിൽ തന്നെ. അപ്പോൾ ആ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ലൈഫ് അടിപൊളിയാണ്, എല്ലാം അടിപൊളിയായിട്ട് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ ഞങ്ങൾക്ക് എപ്പോഴും തോന്നാറുണ്ട് നമുക്ക് എന്താണ് ഇനി ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുക, കുട്ടി കുട്ടി കാര്യങ്ങൾ. ബിക്കോസ് നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല അല്ലേ. അപ്പോൾ എങ്ങനെയാണ് കുറച്ചും കൂടെ ബെറ്റർ ആക്കാൻ പറ്റും നമ്മുടെ ലൈഫ്, എന്തൊക്കെയാണ് നമ്മളെ കാണാത്ത ഒരു ലെൻസിലൂടെ, വേറൊരാളുടെ ഒരു ലെൻസിലൂടെ നമ്മൾ കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് വേറെ കുറേ കാര്യങ്ങൾ മേക്ക് സെൻസ് ചെയ്യും. അപ്പോൾ അങ്ങനത്തെ സെഷൻസ് ഞങ്ങൾ ഇടയ്ക്ക് എടുക്കാറുണ്ട്. അപ്പോൾ അതാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ എനിക്ക് മെയിനായിട്ട് അറിയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ലൈഫിൽ എങ്ങനെയാണ് സ്ലോ ഡൗൺ ചെയ്യാൻ പറ്റുക കുറച്ചും കൂടെ. നമ്മളിപ്പം ഭയങ്കര ഹൈപ്പ് ആയിട്ട് കേൾക്കുന്നൊരു കാര്യമാണ് സ്ലോ ലൈഫും സ്ലോ മോർണിംഗ്സ് അങ്ങനെയൊക്കെ. പക്ഷേ എനിക്കെപ്പോഴും തോന്നാറുണ്ട് നമ്മുടെ തോട്ട്സ് എപ്പോഴും നമ്മൾ വിട്ട് പോകുന്നില്ല. ഇൻ ദ സെൻസ് ഒന്നല്ലെങ്കിൽ വേറെ ഒന്ന് നമ്മളെപ്പോഴും ബോദർ ചെയ്തുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നമ്മളതിങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും നമ്മുടെ മൈൻഡിൻ്റെ പിന്നിൽ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ശരിക്കും ഇങ്ങനെ സ്ലോ ഡൗൺ ചെയ്യാം, എങ്ങനെ കുറച്ചും കൂടി നമുക്ക് ലൈഫ് എൻജോയ് ചെയ്യാൻ ബെറ്റർ ആയിട്ട് കുറച്ചും കൂടി ഇങ്ങനെ റെസ്റ്റ് എടുക്കാം. അങ്ങനത്തെ ഒരു സിമ്പിൾ കാര്യമാണ് ഇന്നത്തെ കൗൺസിലിങ്ങിലൂടെ ഞാൻ നോക്കാൻ പോണത്. അപ്പോൾ എന്തൊക്കെയാണ് ആൾ എനിക്ക് പറഞ്ഞു എന്നുള്ളത് ഞാൻ സെഷൻ കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞുതരാം കേട്ടോ. ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കൗൺസിലിങ്ങിന് പോകാനായിട്ട്. ഇവിടെ കാലത്ത് ഇട്ട് കഴിഞ്ഞാൽ കണ്ടോ, ഞാൻ കാണിച്ചു തരാം. ഇത് മുഴുവൻ പാരറ്റ്സ് ആണ് കേട്ടോ. ഇവിടുത്തെ ഇതിനൊരു പേരുണ്ട്, ഗല പാരറ്റ്സ് ആണ് ഇത് മുഴുവൻ. കാലത്തായി കഴിഞ്ഞാൽ നിറയെ ശബ്ദമാണ് ഇവിടെ. ഭയങ്കര രസമാണ് കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു വ്യൂ ഉണ്ടല്ലോ, ഇന്ന് മഴയൊക്കെ പെയ്ത് വെറ്റായിട്ടുള്ളൊരു വ്യൂ. ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഓസ്ട്രേലിയയിലെ 4 സീസൺസിൽ ഏറ്റവും ഫേവറേറ്റ് എന്ന് പറയുന്നത് വിൻ്ററാണ് കേട്ടോ. ബിക്കോസ് വിൻ്ററിൽ ആ തണുപ്പും ആ മഴയും അത് കുറേയൊക്കെ സിമിലറാണ് നമ്മുടെ ഇന്ത്യ വെച്ചിട്ട് മഴയുടെ കാര്യത്തിൽ. പക്ഷേ തണുപ്പ് ഒരു രക്ഷയില്ല, നല്ല അടിപൊളി തണുപ്പ്. അത് ഭയങ്കര കാനഡേനൊക്കെ പോലെ ഭയങ്കര തണുപ്പും സ്നോയൊന്നുമല്ല, പക്ഷേ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഊട്ടിനേക്കാളൊക്കെ കുറച്ചും കൂടി ഒരു ഹൈ ആയിട്ടുള്ള തണുപ്പ്, ആ ഒരു തണുപ്പ്. അപ്പം ഞങ്ങൾ ശരിക്കും ഭയങ്കര ആക്റ്റീവ് ആവുന്നൊരു സമയമാണ് ഇവിടുത്തെ വിൻ്റർ, മഴക്കാലം. അപ്പോൾ നിഖിൽ പറയായിരുന്നു മഴ വരുമ്പോൾ മാത്രം പുറത്തേക്ക് ഇരുന്ന മാക്കാൻ തവളകളാണ് നമ്മൾ എന്ന്. അൺഫോർച്യുനേറ്റ്ലി ഞാനത് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി ആ സമയത്ത് നിഖിൽ പറഞ്ഞപ്പോൾ. അങ്ങനെ ഡേ കൗൺസിലിംഗ് കഴിഞ്ഞ് വീട്ടിലെത്തി വീടൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ. വലിയ കാര്യമായിട്ടുള്ള ക്ലീനിങ് ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് വാക്യൂം ചെയ്യുക, പിന്നെ അവിടെ ഇവിടെയൊക്കെയുള്ള 1-2 കാര്യങ്ങളൊന്ന് കറക്റ്റ് പ്ലേസിൽ വയ്ക്കുക, അത്രേ ഉള്ളൂ. യൂഷ്വലി ഞാനൊരു വീക്കെൻഡ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഒരു വിളക്കൊളുത്തി ഒരു ഇൻസെൻസ് എന്തെങ്കിലും വീട്ടിൽ കത്തിച്ച് വയ്ക്കും. അതുപോലെ കാൻഡിൽസ് ഉണ്ടെങ്കിൽ കാൻഡിൽസൊക്കെ ഒന്ന് കത്തിച്ച് വെച്ച് നല്ലൊരു മണം, നല്ലൊരു എയർ ഫ്ലോവും ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പോസിറ്റീവ് വൈബാണ് ഇതൊക്കെ കാലത്തിൻ്റെ ചെയ്യുമ്പം. ഇപ്രാവശ്യം ബാലിയിൽ പോയി വന്നപ്പം ഒരു കെട്ട് ഇൻസെൻസിൻ്റെ സ്റ്റിക്സ് വാങ്ങിക്കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ലോട്ടസും ഫ്രാഞ്ചിപ്പനും ഭയങ്കര അടിപൊളി ഒരു ഫ്രാഗ്രൻസാണ് കേട്ടോ വീട്ടിൽ മുഴുവൻ തരാം. അപ്പോൾ ഇത് കത്തിച്ച് വെക്കുമ്പം തന്നെ ശരിക്കും നല്ലൊരു ഒരു പ്രത്യേക ഒരു ഫീലാണ്. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ. സത്യം പറഞ്ഞ കാണാൻ ജാതി ഭംഗിയാട്ടാ. സത്യരാ എൻ്റെ കവിള് ഞാൻ പറഞ്ഞില്ലേ, ജാതി ലുക്കേ. ഈ ക്ലിപ്പ് നിഖിൽ വിചാരിച്ചത് ശരിക്കും ഞാനത് മ്യൂട്ട് ചെയ്തിട്ടാവും ഇടാന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര നാച്ചുറലായിട്ട് ഒതൻറ്റിക്കായി പറഞ്ഞ ഒരു കാര്യമാണ്. ഫോർ സം റീസൺ ഐ തോട്ട് അത് മ്യൂട്ട് ചെയ്യണ്ടെന്നുള്ളത്. വല്ലപ്പോഴും പുറത്ത് വരുന്ന കാര്യങ്ങളല്ലേ, അത് അവിടെ കിടക്കട്ടെ അല്ലേ. അങ്ങനെ രാവിലത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ചൊരു ബ്രേക്ക് എടുത്തു. ആ സമയത്ത് നെറ്റ്ഫ്ലിക്സിൽ നമ്മുടെ ഓഫീസ് റൊമാൻസ് എന്ന് പറഞ്ഞൊരു ജെനിഫർ ലോപ്പസിൻ്റെ ഒരു മൂവി ഉണ്ട്, അത് കാണാമെന്ന് വിചാരിച്ചു കേട്ടോ. പുറത്തപ്പോഴത്തേക്കും മഴ പെയ്യാനായിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു കാറ്റും മഴ ചാറ്റലൊക്കെ തുടങ്ങിയായിരുന്നു. അടിപൊളി വ്യൂ ആയിരുന്നു കേട്ടോ നമ്മുടെ കൗച്ചിൽ നിന്ന് ബാക്ക് യാർഡിലേക്ക് നോക്കിയിരിക്കുമ്പം. ആൻഡ് ഞങ്ങൾ ബാക്ക് യാർഡ് ശരിക്കും ഡിസൈൻ ചെയ്തത് ആ ഒരു പേഴ്സ്പെക്റ്റീവിനും കൂടിയാണ്. നമ്മൾ കൗച്ചിലിരുന്ന് റിലാക്സ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ഗ്രീനറി വേണം, നമുക്ക് കാണേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റണം. ഫോർ ആൻ എക്സാമ്പിൾ പോണ്ടിൻ്റെ ഒരു വ്യൂ, അതുപോലെ നമ്മുടെ ചൂക്സ് ഓക്കെ അല്ലേ എന്ന് മേക്ക് ഷുവർ ചെയ്യുന്നത്. അങ്ങനെയൊക്കെ ഞങ്ങൾ ഓൾറെഡി പ്ലാൻ ചെയ്ത് ഡിസൈൻ ചെയ്തിട്ടായിരുന്നു കേട്ടോ നമ്മുടെ ബാക്ക് യാർഡ്. കാണുമ്പോൾ ശരിക്കും നമുക്ക് ഭയങ്കര പ്രൗഡായിട്ട് തോന്നുന്നൊരു കാര്യമാണ് കേട്ടോ. കാര്യം നമ്മൾ വലിയ ബിഗിനറായിരുന്നു, വലിയ എക്സ്പീരിയൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്നിട്ടും ഞങ്ങൾ ഇങ്ങനത്തെ ഒരു ഗാർഡൻ ഉണ്ടാക്കിയെടുത്തല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പം വി ഫീൽ കൈൻഡ് ഓഫ് പ്രൗഡ്. ഇന്നത്തെ കൗൺസിലിംഗ് എന്നുള്ളതിൻ്റെ ടേക്ക് അവേ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ നമുക്ക് തോട്ട്സ് ഇല്ലാതെ ജീവിക്കാൻ പറ്റില്ല അല്ലേ. നമ്മൾ കേവിൽ ജീവിച്ചിരുന്ന ആ ഒരു ടൈം തൊട്ടിട്ട് നോക്കുകയാണെങ്കിൽ അപ്പോൾ തൊട്ടിട്ട് നമുക്ക് ഫിയറും ആങ്സൈറ്റി ഒക്കെ ഉണ്ട്. അന്നുണ്ടായിരുന്ന ഫിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ലൈഫ് സേഫ് ആക്കി വയ്ക്കുക, നമ്മുടെ ഫാമിലിനെ സേഫ് ആക്കി വയ്ക്കുക ത്രെഡ്സ് എന്നുള്ളതാണെങ്കിൽ ഇന്നത് മാറി മോർ ഓഫ് വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള ത്രെഡ്സിലേക്കോ അല്ലെങ്കിൽ അത് ഫിയേഴ്സിലേക്ക് നമ്മൾ മൂവ് ഓൺ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ തോട്ട്സ് എപ്പോഴും നമുക്ക് വരും, മില്യൻസ് ഓഫ് തോട്ട്സ് എപ്പോഴും നമ്മുടെ മൈൻഡിലൂടെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ അതിൽ നമ്മൾ സ്റ്റക്ക് ആവാതെ നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരുന്നതാണ് കാര്യം. അപ്പോൾ നമ്മളതിനെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കുകയാണെങ്കിൽ നമ്മളൊരു ബസ് സ്റ്റോപ്പിൽ നിൽക്കുകയെന്ന് വിചാരിക്കുക. അപ്പോൾ അവിടെ കുറേ ബസ്സുകൾ വന്നും പോയിക്കൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ എല്ലാ ബസ്സിലും കയറുമോ? ഇല്ല അല്ലേ? നമുക്ക് വേണ്ട ബസ്സിൽ മാത്രമേ നമ്മൾ കയറുള്ളൂ. അതുപോലെ തോട്ട്സ് നിറയെ വന്നുകൊണ്ടിരിക്കും. നമ്മളെല്ലാ തോട്ട്സിലും കയറി ഹുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ശരിക്കും ഇല്ല അല്ലേ? അപ്പോൾ ഓരോ തോട്ട്സ് വരുമ്പോഴും അത് നമ്മളെ എന്താ പറയുക, ഡിസ്ട്രാക്ട് ചെയ്യുന്ന തോട്ട്സ് ആയിക്കോട്ടെ, നമ്മളെ കൺസേൺ ചെയ്യിപ്പിക്കുന്ന തോട്ട്സ് ആയിക്കോട്ടെ, വാട്ട് എവർ ഇറ്റ് ഈസ്, അങ്ങനത്തെ തോട്ട്സ് വരുമ്പോൾ നമ്മൾ അതൊന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യുക, അവെയർ ആവുക. ഓക്കെ, ഈ വർക്കിൽ സ്ട്രെസ് ഉണ്ടാക്കുന്ന തോട്ട് വന്നു കേട്ടോ, അല്ലെങ്കിൽ ഫാമിലിയിൽ ഇച്ചിരി സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടാക്കുന്ന ഒരു തോട്ട് വന്നു, അതിനെ ടാഗ് ചെയ്യാം. അത് കഴിഞ്ഞ് നമ്മൾ എന്തായിരുന്നു ആ മൊമെൻറ്റിൽ പ്രസൻറ്റ് മൊമെൻറ്റിൽ ചെയ്തിട്ടുണ്ടായിരുന്നേ അതിലോട്ട് തിരിച്ചു വരിക. അതിപ്പോൾ ഒരു ചായ കുടിക്കുകയായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചായനെ നമ്മൾ കുറച്ചും കൂടെ എൻജോയ് ചെയ്ത് കുടിക്കാൻ നോക്കുക. നമ്മൾ ഗാർഡനിൽ ഇരിക്കുകയാണെങ്കിൽ അവിടെ കാറ്റുണ്ടോ, എന്താണ് വെതർ, നമ്മൾ ലോണിലാണോ ഇരിക്കുന്നത്, നമ്മുടെ ബെയർ ഫുട്ടാണോ, ഇപ്പോൾ കാല് ടച്ച് ചെയ്യുന്നുണ്ടോ ഗ്രൗണ്ടിൽ, അങ്ങനത്തെ കുട്ടി കുട്ടി കാര്യങ്ങൾ നമ്മൾ ഫോക്കസ് ചെയ്യുക. അതിനാണ് നമ്മൾ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുക അല്ലേ. പിന്നെ ഈ മൈൻഡ്ഫുൾനെസ് നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് ടക്ക് വേണ്ടിയിട്ട് വരുന്ന സാധനമൊന്നുമല്ല. അപ്പോൾ അത് പ്രാക്ടീസ് ചെയ്യാനായിട്ട് കുറേ ടെക്നിക്സ് ഉണ്ട്, അതായത് കുറേ ഫ്രീ ആപ്സ് ഉണ്ട്, ഞാനത് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തോട്ട്സ് നമുക്ക് വരും, ആൻഡ് ഇറ്റ്സ് നാച്ചുറൽ ടു ഹാവ് തോട്ട്സ്. അങ്ങനെ തോട്ട്സ് വരുമ്പം നമ്മളെ ഹെൽപ്പ് ചെയ്യാത്ത തോട്ട്സ് ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് അവെയറായി ഐഡൻറ്റിഫൈ ചെയ്ത് നമ്മുടെ പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് വരാം. അപ്പോൾ ഞാൻ കൗൺസിലിങ്ങിന് പോകുന്ന സ്ഥലത്ത് അവർ ഒരു ബുക്ക് റെക്കമെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതാണ് ബുക്കിൻ്റെ പേര്, ദ ഹാപ്പിനെസ് ട്രാപ്പ്. അപ്പോൾ ഈ ബുക്ക് ശരിക്കും നമുക്ക് എങ്ങനെയാണ് സ്ട്രെസ്സിനെ കുറയ്ക്കാൻ പറ്റുക, എങ്ങനെയാണ് ആങ്സൈറ്റി കുറയ്ക്കാൻ പറ്റുക, എങ്ങനെയാണ് നമ്മൾ ഹാംഫുൾ ആക്കുന്ന തോട്ട്സ് അല്ലെങ്കിൽ നമ്മൾ വറീഡ് ആക്കുന്ന തോട്ട്സ് എങ്ങനെയാണ് നമുക്ക് കുറച്ചും കൂടെ പുറത്തേക്ക് വരാൻ പറ്റുക, ലൈഫ് കുറച്ചും കൂടെ എങ്ങനെ ഹാപ്പി ആക്കാം, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഞാനിത് വളരെ തുടക്കത്തിൽ എത്തിയിട്ടുള്ളൂ, പക്ഷേ നല്ല നല്ല മെസ്സേജസ് വരുമ്പോൾ ഞാനത് ഷോർട്ട്സ് ആയിട്ട് ഇടാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇന്നത്തെ നമ്മുടെ കുട്ടി മെസ്സേജ്. അങ്ങനത്തെ ഞാൻ ഓഫീസ് റൊമാൻസ് എന്ന് പറഞ്ഞ നമ്മുടെ മൂവി നെറ്റ്ഫ്ലിക്സിലിരുന്ന് കണ്ടു കേട്ടോ. ചുമ്മാ ഒരു മീ ടൈം ആയിരുന്നു അത്. മൂവി വാസ് ഓക്കെ, വൺ ടൈം വാച്ച് ആയിരുന്നു, കുഴപ്പമില്ല, കണ്ടിരുന്നു. അങ്ങനെ ദേനികിൽ വന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ഡ്രൈവിന് പോവാണ്. കാര്യം കുറച്ച് മഴയൊക്കെ ഉണ്ടെന്ന് പുറത്ത്, നല്ല ക്ലൗഡി ആണ്. മാത്രമല്ല വിൻ്ററിൽ ഞങ്ങളുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് തിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലൊരു ഡ്രൈവിന് പോകുക എന്നുള്ളതാണ്, തണുപ്പത്ത്. അപ്പോൾ ആ ഗ്ലാസ്സൊക്കെ തുറന്നിട്ടിട്ട് ആ തണുപ്പ് എൻജോയ് ചെയ്ത് നല്ലൊരു പാട്ടൊക്കെ വെച്ച് പോകുക എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ഡ്രൈവിനാണ് ഇന്ന് പോകുന്നത്. പക്ഷേ ഇന്നത്തെ ഡ്രൈവിന് പോകുന്നതിന് മുന്നേ ഞങ്ങൾക്കൊരു സാധനം കാറിൽ ഫിറ്റ് ചെയ്യാനുണ്ട്. എന്താണെന്നറിയാമോ? കുറേ നാളായിട്ട് ഞാൻ എക്സൈറ്റിംഗ് ആയിട്ട് കാത്തിരുന്നൊരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഈ സാധനം നിഖിലിന് ഇൻസ്റ്റാഗ്രാമിൽ കാണുമ്പോൾ അയച്ചു കൊടുക്കും. എന്നിട്ട് പറയും എനിക്കിത് വേണം, എനിക്ക് വാങ്ങിച്ചിട്ടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്നെ റിമൈൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ സാധനം ഞാൻ അറിയാതെ ഓർഡർ ചെയ്തു, സാധനം വരും ചെയ്തു. അപ്പോൾ ഇതൊരു പാസഞ്ചർ സീറ്റിലുള്ള ഒരു വീലാണ്. ഈ വീല് നമുക്ക് പാസഞ്ചർ സീറ്റിൻ്റെ ഫ്രണ്ടിൽ നമുക്ക് ഡാഷിൽ ആ ഭാഗത്തായിട്ട് ഒട്ടിച്ച് വയ്ക്കാം, ഫിക്സ് ചെയ്യാം. ഐ തിങ്ക് ഇറ്റ് കംസ് വിത്ത് എ വാക്യൂം സീലർ പോലൊരു സാധനം വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ഡ്രൈവർ സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കുന്ന പോലെ നമുക്ക് പാസഞ്ചർ സീറ്റിലിരുന്ന് വണ്ടി ഓടിക്കാം. അതിൻ്റെ ഇതിന് കുറേ സൗണ്ടിൻ്റെ കൺട്രോൾസ് ഒക്കെ ഇതിൽ വരുന്നുണ്ട്, ഹോങ്ക് ചെയ്യാൻ പറ്റും, കുറേ ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്കത് നോക്കാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇത് അഡൾട്ട് വേർഷൻ അല്ല, ഇത് കിഡ്സിൻ്റെ വേർഷനാണ്. ഈ ഇതിൻ്റെ മുകളിലുള്ള ഈ സ്റ്റിക്കറും പിന്നെ ഈ ഇതിന്ന് വരുന്ന സൗണ്ടൊക്കെ കണ്ടിട്ട് ഏതാണ്ട് അതുപോലെയാണ്. പക്ഷെ നമ്മുടെ കാര്യം നടക്കും. നിഖിൽ വണ്ടി തിരിക്കുമ്പോൾ എനിക്കും വണ്ടി തിരിക്കാൻ പറ്റും ഇവിടെ ഇരുന്നിട്ട്, അത് മതിയല്ലോ. അപ്പോൾ ഇതൊക്കെ ചിലപ്പോൾ നമുക്ക് ഭയങ്കര സില്ലിയായിട്ട് തോന്നും, ഭയങ്കര ചൈൽഡിഷ് ആയിട്ട് തോന്നും. ഇത്രയും പ്രായമായിട്ട് ഇതൊക്കെയാണോ ചെയ്യണേ എന്നൊക്കെ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. പക്ഷേ ആബ്സല്യൂട്ട്ലി നോട്ട്. അതാണ് അതിൻ്റെ ആൻസർ. നമ്മൾ എത്ര വലുതായാലും എനിക്ക് തോന്നാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ അകത്ത് ഒരു കുട്ടി ഉണ്ടാവും അല്ലേ. ആ കുട്ടീനെ നമ്മളെപ്പോഴും പുറത്തേക്ക് എടുത്തില്ലെങ്കിലും ചില സമയങ്ങളിൽ നമ്മൾ സേഫ് ആയിട്ടുള്ള മൊമെൻറ്റ്സിൽ പുറത്തേക്ക് എടുക്കും. അപ്പോൾ എൻ്റെ സേഫ് പ്ലേസാണ് ഈ ഹോമും ഈ പേഴ്സണും. അപ്പോൾ ഞങ്ങളെപ്പോഴും ഭയങ്കര ചൈൽഡിഷാണ് എല്ലായ്പ്പോഴും, മോസ്റ്റ്ലി അൺലെസ് വി ഹാവ് ടു ബി സീരിയസ്. നമ്മളെപ്പോഴും ചൈൽഡിഷാണ്. ഞാൻ മാത്രമല്ല, നിഖിൽ എന്നെക്കാളും ഭയങ്കര ചൈൽഡിഷാണ്. ആൻഡ് അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഭയങ്കര അടിപൊളിയാണ് കേട്ടോ. അതായത് കുട്ടി കുട്ടി സന്തോഷങ്ങളും കുട്ടി കുട്ടി കാര്യങ്ങളും, അങ്ങനെ ലൈഫ് ഭയങ്കര പീസ്ഫുള്ളാണ്, അടിപൊളിയാണ്. ആൻഡ് അൾട്ടിമേറ്റ്ലി നമ്മുടെ ലൈഫിൻ്റെ മീനിങ് ഞങ്ങളെ സംബന്ധിച്ച് അതാണ്, പീസ്ഫുൾ ആയിട്ടുള്ളൊരു ലൈഫ്, ഹാപ്പി ആയിട്ടുള്ളൊരു ലൈഫ്, സിമ്പിൾ കാര്യങ്ങൾ നമ്മൾ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായി ഗ്രേറ്റ്ഫുള്ളായി ജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഗോൾ. അങ്ങനെ നമ്മുടെ സ്റ്റിയറിംഗ് വീല് ഏതാണ്ട് ഒട്ടിച്ച് വെച്ചു കേട്ടോ. അതിൻ്റെ അകത്ത് സംഭവം വിചാരിച്ച പോലെ മൂവ് ആവുന്നുണ്ട്. ആൻഡ് ലുക്ക് ഹൂ ഈസ് ഹാപ്പി. അങ്ങനെ നമ്മുടെ ഡ്രൈവ് സ്റ്റാർട്ടായി. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് തന്നെ ചുറ്റിലും നല്ല ഗ്രീനറിയാണ് കേട്ടോ. ഈ സമയത്താണ് ഇവിടുത്തെ മെഡോസ് കാണാൻ ഏറ്റവും ഭംഗി. ഇത് നമ്മുടെ സിറ്റിയിൽ നിന്ന് ഏതാണ്ട് ഒരു 45 to 50 minutes എവേ ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ. ആൻഡ് യൂഷ്വലി ഡ്രൈവിന് പോകാമെന്ന് പറയുമ്പം നമ്മുടെ വൺ ഓഫ് ദ ഫേവറേറ്റ് പ്ലേസസിലൊന്നും കൂടിയാണ് ഇത്.
അപ്പോൾ ഇതുപോലത്തെ ഒരു പ്ലേസിൽ ടൗണിലല്ല എന്നാൽ കുറച്ച് ദൂരെയാണ് ടൗണിൽ നിന്ന് ഭയങ്കര ഒരു ക്വയറ്റ് ആയിട്ടുള്ളൊരു ഏരിയയിൽ ലാൻഡൊക്കെ കുറച്ച് ലാൻഡൊക്കെ ഉള്ളൊരു സ്ഥലത്ത് ഞങ്ങൾക്ക് കുറച്ച് ആടുകളും കുറച്ച് പശുക്കളും നമ്മുടെ മിനി കൗസ് ഉണ്ടല്ലോ, പിന്നെ ഡക്സും കോഴിക്കുട്ടികളും ഒക്കെ ആയിട്ട് ഞങ്ങൾക്ക് കുറച്ച് നാളൊന്ന് താമസിക്കണം ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ. ഉടനെ നടക്കുന്നൊരു കാര്യമല്ല, പക്ഷേ എന്നാലും ഈ ഓസ്ട്രേലിയ ഏതെങ്കിലും ഒരു ഫേസിൽ നമ്മുടെ ലൈഫിൽ വിടേണ്ട വരുന്നൊരു അവസ്ഥയിൽ അതിന് മുന്നേ ആയിട്ട് കുറച്ച് നാൾ ഞങ്ങൾക്ക് ആ ഒരു ഫാം ലൈഫ് അല്ലെങ്കിൽ ആ ഒരു ക്വയറ്റ് ലൈഫ് എൻജോയ് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ ഇങ്ങനത്തെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു കുറവില്ല. കാര്യം ആഗ്രഹങ്ങളില്ലെങ്കിൽ പിന്നെ നമുക്ക് ലൈഫിൽ ലുക്ക് ഫോർവേഡ് ചെയ്യാനായിട്ടൊന്നും ഉണ്ടാവില്ല അല്ലേ. ഈ ആഗ്രഹങ്ങളിൽ നിന്നാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങുന്നത് തന്നെ. അപ്പോൾ ആഗ്രഹങ്ങൾക്ക് നമ്മൾ ഒരിക്കലും ഒരു കുറവും വരുത്തരുത് ഗൈസ്. ഇതിൻ്റെ ഇടയിൽ ഞാൻ കുറച്ച് നേരം നമ്മുടെ പാസഞ്ചർ സ്റ്റിയറിംഗ് വീലിൽ കളിച്ചായിരുന്നു കേട്ടോ. സംഭവം കിടലനാണ് കേട്ടോ. പ്രത്യേകിച്ച് ടേണിങ്സും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഡ്രൈവിംഗ് അറിയാവുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഓട്ടോമാറ്റിക്കലി കൈ അങ്ങനെ പോവും. സംഭവം ഫണ്ണായിരുന്നു കേട്ടോ. പ്രത്യേകിച്ച് കപ്പിളായിട്ട് നമ്മൾ എവിടേക്കെങ്കിലുമൊക്കെ ട്രാവൽ ചെയ്യുമ്പം ഇതൊരു ആഡ് ഓൺ ആണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഒരു സൈഡ് ട്രാക്ക് കണ്ടപ്പം നിഖിൽ അവിടേക്ക് എടുത്തു കേട്ടോ. 4 വീൽ ഡ്രൈവിന് പോകണമെന്ന് ഞങ്ങൾ കുറച്ച് ദിവസം മുന്നേ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും ഒരു ട്രാക്ക് കണ്ടു. ഞാൻ ഓട്ടോമാറ്റിക്കലി ആൾ അങ്ങോട്ടേക്ക് എടുക്കുകയും ചെയ്തു കേട്ടോ. സംഭവം ഒരു 10 മിനിറ്റിൻ്റെ ഒരു ട്രാക്കായിരുന്നു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുറച്ച് നേരം വണ്ടിയുടെ അകത്തിരുന്ന് കുലുങ്ങി, കുറച്ച് നേരം ലോഫ് ചെയ്തു. അങ്ങനെ നല്ലൊരു ഫൺ മൊമെൻ്റ് ആയിരുന്നു. അങ്ങനെ അവിടുന്ന് തിരിച്ചു വരുന്ന വഴിക്കാണ് ഞങ്ങളിത് കണ്ടത്, ഒരു ഓറഞ്ച് ഫാം. എൻ്റെ മുന്നിൽ എന്ത് ഭംഗിയായിരുന്നു എന്നറിയും. ഇത്രയും കുട്ടി മരങ്ങളാണ് എല്ലാം. അതിലിങ്ങനെ ഓറഞ്ച് കളറിൽ നിറയെ ഓറഞ്ച് ഉണ്ടായി നിൽക്കുകയാണ്. കാണാൻ ശരിക്കും നല്ല ഭംഗിയായിരുന്നു കേട്ടോ. ഞങ്ങളത് കൂടെ വളരെ പതുക്കെ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് ആ ഓറഞ്ച് ഫാമൊക്കെ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ടാണ് തിരിച്ചു പോകുന്നത് കേട്ടോ. തിരിച്ച് വീട്ടിലെത്തി ലഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ കുറച്ച് നേരം റെസ്റ്റ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് എണീറ്റപ്പോഴത്തേക്കും നല്ല മഴ. ഈ ഗ്ലാസ്സിൽ കൂടെ മഴ കാണാൻ എന്ത് രസമാണെന്ന് അറിയാം. പ്രത്യേകിച്ച് നല്ല ചാറ്റൽ മഴയാകുമ്പം ശരിക്കും ഗ്ലാസ്സിൽ ആ വെള്ളമൊക്കെ ഇങ്ങനെ പതുക്കെ ഓരോ തുള്ളികളായിട്ട് ഇങ്ങനെ വീഴും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എൻജോയ് ചെയ്തിരിക്കാൻ. അങ്ങനെ മഴയൊക്കെ ഒന്ന് തുറന്ന് കഴിഞ്ഞപ്പം ഇന്ന് ഞങ്ങൾ കുറച്ച് നേരം കുട്ടീസിനെ ഒന്ന് പുറത്തേക്ക് വിട്ടു കേട്ടോ. ഇന്ന് വീക്കെൻഡാണ്, അവരുടെ ഡേ ഔട്ട് സമയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 2 hours അവരെ ഇന്ന് പുറത്തേക്ക് വിടാമെന്ന് വിചാരിച്ചു. മാത്രമല്ല മഴയുള്ള സമയത്ത് ഞങ്ങൾ മാക്സിമം അവരെ പുറത്തേക്ക് വിടാതിരിക്കാൻ നോക്കൂ കേട്ടോ. കാര്യം കുക്കിക്ക് ഇടയ്ക്കിടയ്ക്ക് തുമ്മലൊക്കെ വരാറുണ്ട്. പിന്നെ ഇപ്പോൾ അത് കൂടണ്ട വിചാരിച്ചിട്ട് മഴയുള്ള സമയത്ത് അവരെ കൂടിൻ്റെ അകത്ത് തന്നെയാണ് ഞങ്ങൾ നിർത്താറ്. തിരിച്ചങ്ങനെ എത്തിയപ്പോഴത്തേക്കും നിഖിൽ അവിടെ ഇരുന്നിട്ട് ഷൂവിൻ്റെ ലേസ് മാറ്റിയായിരുന്നു കേട്ടോ. പെട്ടെന്നാണ് എനിക്ക് ഓർമ്മ വന്നത്. നാട്ടിൽ പോയപ്പോൾ പ്രാവശ്യം അവിടുന്ന് LED ഷൂ ലേസ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് ആണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതിലൊന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കളർ മാറും. ആൻഡ് ഇറ്റ്സ് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് ഭയങ്കര സന്തോഷമായി. അത് നിഖിലത് ഓർത്തിട്ട്, ഇന്ന് രാത്രിയാണല്ലോ നമ്മൾ ഇതിന് പോകുന്നത്, അപ്പോൾ അത് ഓർത്തിട്ട് ആ ഷൂ ലേസ് എനിക്ക് മാറ്റി തന്നു. അത് ചെറിയ കാര്യമാണെങ്കിലും പക്ഷേ ദാറ്റ് മീൻസ് എ ലോട്ട് ടു മീ. ഇങ്ങനത്തെ കുട്ടി എഫേർട്സ് ആണല്ലോ നമ്മുടെ റിലേഷൻഷിപ്പിൽ ഏറ്റവും കൂടുതൽ നമ്മൾ മാറ്റർ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് നേരം വീട്ടിൽ റെസ്റ്റ് എടുത്ത് ഞങ്ങൾ വേറൊരു സ്ഥലത്തേക്ക് ഇപ്പോൾ പോവാണ്. നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഒരു ഫോറസ്റ്റ്, ഹിഡൻ ഫോറസ്റ്റ് പോലെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇവിടെ പെർത്തിൽ, കാലമുണ്ടാന്ന് പറഞ്ഞൊരു സബബിൽ. അപ്പോൾ അതൊന്ന് കാണാൻ പോവാണ്. അതിന് ടിക്കറ്റ് എടുക്കണം. ടിക്കറ്റൊക്കെ എടുത്തിട്ടുണ്ട്. പീനിയും ജാക്കറ്റ്സൊക്കെ കയ്യിലെടുത്തിട്ടുണ്ട്. കാര്യം നല്ല റെയിനി ആൻഡ് ഇച്ചിരി തണുപ്പും ഉണ്ടായിരിക്കുന്നു പുറത്ത്. അപ്പോൾ നമുക്കിനി അവിടെ എത്തിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് പെർത്തിലെ ഹാരി പോട്ടർ ഫോർബിഡൻ ഫോറസ്റ്റ് എക്സ്പീരിയൻസ്. അപ്പോൾ ഈ ഫോർബിഡൻ ഫോറസ്റ്റ് എക്സ്പീരിയൻസിൻ്റെ ഒരു ഫുൾ വീഡിയോ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം കേട്ടോ. ഞങ്ങൾ നമ്മുടെ ഹാരി പോട്ടറിൻ്റെ ഫോറസ്റ്റ് എക്സ്പീരിയൻസ് നിന്ന് ജസ്റ്റ് പുറത്തേക്ക് വന്നു. അടിപൊളിയായിരുന്നു കേട്ടോ. ശരിക്കും ഒരു ഹാരി പോട്ടർ മൂവി കാണുന്നൊരു ഫീലായിരുന്നു. പല സീസൺസ് അവർ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട് എടുത്തിട്ടുണ്ട്. ആൻഡ് ഹാഗ്രിഡും അതങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇറ്റ്സ് റിയലി ബ്യൂട്ടിഫുൾ. പ്രത്യേകിച്ച് ഈ ഒരു തണുപ്പും കാറ്റും നല്ലൊരു മഴേൻ്റെ ഇടയിൽ പെയ്തു. അപ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊരു മഴ കൊള്ളാൻ പറ്റി. അപ്പോൾ അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു. വീട്ടിലെത്തി വന്ന പാടെ നല്ല ചൂട് വെള്ളത്തിലൊരു കുളി പാസ്സാക്കി. ഇനി നല്ലൊരു ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. മീൽ പ്രപ്പിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും ഉണ്ട്. അപ്പോൾ അതൊന്ന് കഴിച്ച് അടുത്തത് എന്താണെന്ന് അറിയോ? ഹാരി പോട്ടർ മൂവി. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീക്കെൻഡിലെ ഇന്നത്തെ ദിവസം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി താങ്ക്സ്. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അതുപോലെ പറ്റുകയാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബും ചെയ്യണേ. അപ്പോൾ ടാറ്റാ.